ഹായ് ഗായ്സ്, നല്ലൊരു 8ൻ്റെ പണി കിട്ടിയിരിക്കും കേട്ടോ. ഈ വീഡിയോ ഒന്ന് കാണണേ. നമ്മൾ ഒരു പാതിരാത്രി സമയത്തെ കുറച്ച് കാഴ്ചകളാണ്. വീട്ടിൽ നിന്ന് ഒരു 8:30-9 മണിയായപ്പോൾ ഇറങ്ങിയേ. ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. എന്താ ഇത് പറ്റിയത് ചേച്ചി? അത് പപ്പ പൂച്ചനെ കൊണ്ട് എന്റെ ഫ്രണ്ട് മിട്ടൂനെ കൊണ്ട് ഇങ്ങനെ കാണിച്ചു തന്നതാ. പപ്പ തന്നെ തിരിച്ച് പൂച്ച തന്നെ മാന്തി ഹോസ്പിറ്റലിൽ പോണു. ആരായി വിട്ടു? ആരാ വിട്ടുന്ന് വെച്ചാ പൂച്ച. പൂച്ചയാണ്, വളർത്തണ പൂച്ചയാണോ? ബലൂൺ പോയി. കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും പാവൻ്റെ തേജുവിൻ്റെ ബലൂൺ പറന്നു പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഈ പെറ്റ് സ്നേഹികൾക്ക് പൊതുവേ പൂച്ചയും പട്ടിയൊക്കെ മാന്തുമ്പോഴും കടിക്കുമ്പോഴൊക്കെ അതൊരു നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ ഇത് നിസ്സാരമല്ലാന്ന് ഉള്ളതിൻ്റെ ഒരു എവിഡൻസ് വീഡിയോയും കൂടിയാണിത്. പപ്പയ്ക്ക് വയ്യാണ്ടാവുമ്പം നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ്. തേജുവിന് ഭയങ്കര സങ്കടമായിട്ട് വയ്യായിരുന്നു. പപ്പേനെ ഇഞ്ചക്ഷൻ എടുക്കും അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുന്നവരെ സിജുവിന് ഇതൊരു സിമ്പിൾ തിങ് ആയിട്ടാണ് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഡോക്ടർ പറഞ്ഞത് സീരിയസ് ആയിട്ട് തന്നെ എല്ലാവരും കൺസിഡർ ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് ഇതെന്നുള്ളതാണ്. റാബിസ് വാക്സിൻ തന്നെ എടുക്കണം. ചുമ്മാ ഒരു ടെറ്റനസ് വാക്സിൻ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്ന ആളാണ് കേട്ടോ. കുറേ നാളായിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കാണ്ട് പേടിച്ച് അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തേ. ഇത് സാധാരണ ഒരു സ്കിന്നിൻ്റെ താഴെ എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനും ടെറ്റനസ് വാക്സിനുമാണ് എടുത്തത്. വാക്സിനേഷനൊക്കെ എടുത്ത് വിഷമിച്ചിരിക്കുന്ന പപ്പേനെ ആശ്വസിപ്പിക്കുന്ന തേജുമാണ് കേട്ടോ ഇത് പെട്ടെന്ന് എനിക്ക് വീഡിയോയിൽ ക്യാപ്ചറായൊരു മൊമെൻ്റാണ്. ഇതാണ് കേട്ടോ അവിടെ നിന്ന് സ്ലിപ്പാണ്. ഇപ്പം നമ്മളൊരു 2 ഡോസ് ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ ഇന്ന് തന്നെ, അതായത് നമ്മൾ പോയ ദിവസം തന്നെ 24 ഹവേഴ്സിനുള്ളിൽ എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റിയാലും അത്രയും പെട്ടെന്ന് നമുക്ക് ജനറൽ ഹോസ്പിറ്റലിൽ പോയി വേറൊരു ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. അതാണ് റാബിസ് വാക്സിൻ്റെ ഇഞ്ചക്ഷൻ. അപ്പോൾ വേഗം ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ പോയി. സമയം 11:25. നല്ല ക്യൂ ആണ്. ഹോസ്പിറ്റലിലെ അന്തരീക്ഷം വളരെ ബുദ്ധിമുട്ടേറിയതാണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. ഒരുപാട് ആംബുലൻസ് വരുന്നു. ഒരു മെൻ്റൽ സ്ട്രെസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുമ്പോൾ. അതിൻ്റെ കൂടെ നമുക്ക് ഉള്ള ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് സ്നേഹത്തിൻ്റെ പുറത്താണെങ്കിലും എത്ര പെറ്റ് സ്നേഹികളാണെങ്കിലും നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഇഞ്ചക്ഷനൊക്കെ പ്രോപ്പർലി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വളർത്തുന്ന പെറ്റ്സ് ഉള്ളവരാണെങ്കിലും ഇതുപോലെ ഒരു സ്ക്രാച്ചോ ബൈറ്റോ വന്നു കഴിഞ്ഞാൽ അതൊരു നിസ്സാര കേസായിട്ട് വിട്ട് കളയരുത്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ഡോഗ്സും ക്യാറ്റ്സും ഇങ്ങനെ സ്ട്രേ ആണെങ്കിൽ പ്രത്യേകിച്ചും പറയേണ്ട. സ്ട്രേ ഡോഗ്സൊക്കെ ആണെങ്കിൽ എന്തായാലും റാബിസിൻ്റെ ഒരു വൈറസ് അവരുടെ ബോഡിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് 99% ആൾക്കാരും ഇതുപോലെ ബൈറ്റും സ്ക്രാച്ചും കിട്ടിയവർക്കൊക്കെ റാബിസ് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിയ വിവരം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സിമ്പിൾ തിങ്ങായിട്ട് ആരും കൺസിഡർ ചെയ്യരുത്. നമ്മളും ആദ്യം വിചാരിച്ചത് ഒരു TT എടുത്ത് അങ്ങ് പോകാൻ പറ്റും എന്ന് വിചാരിച്ചാണ് ഹോസ്പിറ്റലിൽ ചെന്നത്. പക്ഷേ ഇത്രയും വലിയ വാക്സിനേഷൻസൊക്കെ ഇതിന് ഉണ്ടെന്നുള്ളതും അത് ഇത്രയും വലിയ ഒരു ഹെക്ടിക് പ്രൊസീജിയറാണെന്നുള്ളതും നമ്മളിപ്പോഴാണ് അറിയുന്നത്. ചുമ്മാ ഈ റാബിസ് വാക്സിൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു ഇൻസിഡൻസിൽ നമുക്ക് മനസ്സിലായത് റാബിസ് വാക്സിൻ എടുക്കുന്നത് ഹോഴ്സിൻ്റെ സിറത്തിന്, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഫ്രീ ആയിട്ടാണ്, നിങ്ങൾക്കറിയാലോ, ഫ്രീ ആയിട്ടാണ് എല്ലാ സർവീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ റാബിസ് വാക്സിന് അവർ കൊടുക്കുന്ന ആൻറ്റിബോഡി ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഹോഴ്സിൻ്റെ സിറത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ആൻറ്റിബോഡിയാണ് അവർ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ അത് മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് എടുത്ത ആൻറ്റിബോഡി തന്നെയാണ്. അപ്പോൾ അത് എക്സ്പെൻസീവാണ്. ഇവിടെയും നമുക്കൊരു അലർജിക് ടെസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഒരു വട്ടത്തിലിട്ട് ആ ടെസ്റ്റ് ഡോസ് എടുത്താണ് ആ വട്ടത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് 11:50 PM എന്ന് എഴുതി വെച്ചിരുന്നത്. അതങ്ങനെ ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്ത് ഒരു ഹാഫ് ആൻ അവർ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് അലർജി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നോർമൽ ഡോസിലേക്ക് അവർ കടക്കുകയുള്ളൂ.
അല്ല ഇപ്പോൾ അലർജിക് ആണെങ്കിൽ മനുഷ്യരുടെ ശരീരത്തിൽ നിന്നെടുത്ത ഇമ്മ്യൂണോഗ്ലോബുലിനെ ഇഞ്ചെക്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ പുറത്തുനിന്നാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ അടുത്ത ഫാർമസിയിൽ നിന്ന് അവർ വാങ്ങിക്കണം. അപ്പോൾ അത് ഇത്തിരി എക്സ്പെൻസീവാണ് കേട്ടോ. ഓരോരുത്തരുടെ ബോഡി വെയ്റ്റ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യണതും. അപ്പം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടന് അലർജി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അത് ഏകദേശം ഒരു 5200 റുപ്പീസ് ആയി എന്നാണ് പറയുന്നത്, ആ ഇഞ്ചെക്ഷന് മാത്രം. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യണമെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടലി 100% സിഗ്നിഫിക്കൻ്റ് ആണ് ഈ ഇഞ്ചെക്ഷൻസ് എടുക്കുക എന്നുള്ളത്. ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഇഞ്ചെക്ഷൻ കൂടെയാണ്. ഒരിക്കലും ഇതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പിന്നീട് എന്തെങ്കിലും ബൈറ്റ്സോ സ്ക്രാച്ചോ ഉണ്ടായാൽ ഫസ്റ്റ് എടുത്ത ആ ഇഞ്ചെക്ഷൻ എടുത്താൽ മാത്രം മതിയാവും. ആൻഡ് മോർ ഓവർ ദിസ് ഈസ് എ വെരി പെയിൻഫുൾ പ്രൊസീജിയർ. നല്ല പെയിനാണ്. കയ്യിലൊക്കെയാണ് കടി കിട്ടിയേക്കണമെങ്കിൽ ഇഞ്ചെക്ഷൻ കയറ്റുമ്പം ഡബിൾ പെയിനാണ്. ചെസ്റ്റിലായത് കാരണം ഇത്തിരി പെയിനിൽ റിലീഫ് ഉണ്ടായിരുന്നു, എന്നാൽ പോലും ഇൻറ്റൻസ് പെയിനാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ട് വേണം നമ്മൾ പെറ്റ്സിനെ സ്നേഹിക്കാൻ പോകാനായിട്ട്. പെറ്റ്സിനെ സ്നേഹിക്കേണ്ട എന്നല്ല പറയുന്നത്, ജീവികളോട് ഒരു സഹാനുഭൂതിയും സ്നേഹമൊക്കെ നല്ലതാണ്. പക്ഷെ അതൊരു ലിമിറ്റിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ സേഫ്റ്റി സൈഡ് നമ്മളല്ലാതെ വേറെ ആരും നോക്കൂലല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല നല്ല മൊമെൻറ്റ്സും ഇതേപോലെ കുറച്ച് സ്ട്രെസ്ഫുൾ മൊമെൻറ്റ്സും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണിത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.